പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് മോളി സെബാസ്റ്റ്യൻ. ഞാൻ ഛത്തീസ്ഗഡ് റായ്പൂർ ഡയസസ് രാജാന്താവ് സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡയറക്റ്റ് ഇന്നലെ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. കാലാവസ്ഥയൊക്കെ ഒത്തിരി പ്രതികൂലമായിരുന്നു, എങ്കിലും ദൈവം സഹായിച്ച് ഇവിടെ വരെ എന്നെ എത്തിച്ചു. അതിന് ആദ്യം തന്നെ അമ്മ മാതാവിയും ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായി കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടത് 2-3 സാക്ഷ്യമാണ് പറയുന്നത്. ഞാൻ യൂട്യൂബിലൂടെയാണ് ആദ്യം കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ഞാൻ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ വന്ന സമയത്ത് എനിക്ക് ഒത്തിരി തലവേദന ഉണ്ടായി, സിവിയർ തലവേദന. ഞാൻ ബേസിക്കലി ടീച്ചറാണ്. സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും തലവേദനയാണ്, എനിക്ക് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. തലവേദന, അതുപോലെ തന്നെ ഉപ്പിറ്റിക്ക് വേദനയും. ഇവിടെ ഞാൻ ഉടമ്പടി മെയ് ലാസ്റ്റാണ് എടുത്തത്, May 25, 2019. വീട്ടിൽ ചെന്ന് സ്കൂളൊക്കെ തുടങ്ങി. എനിക്കൊന്ന് ജൂൺ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേന് ഞാൻ അറിഞ്ഞില്ല എന്നാണ് എൻ്റെ ഈ തലവേദനയും ഈ ഉപ്പൂറ്റി വേദനയും ശരിയായെന്ന്. ഞാൻ അറിയാതെ തന്നെ അത് എപ്പോഴോ ദൈവം എനിക്ക് സൗഖ്യപ്പെടുത്തി. അതിന് ആദ്യമേ തന്നെ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിൽ യേശു എനിക്ക് സൗഖ്യം തന്നു. പിന്നെ എനിക്കൊരു ആക്സിഡൻ്റ് ആയി. എൻ്റെ അടുത്ത് മുട്ടിന് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഡോക്ടർ ഓപ്പറേഷനൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ കുറേ മെഡിക്കേഷനൊക്കെ എടുത്ത്, എന്നിട്ടും ശരിയായില്ല. ഞാൻ ഈ ഉടമ്പടി തൈലം നിത്യവും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് ശേഷം തേച്ചുകൊണ്ട് എന്നെ ഓപ്പറേഷനിൽ നിന്നെല്ലാം വിമുക്തയായി. പിന്നെ അടുത്തായിട്ട് എനിക്ക് പറയേണ്ടത് എൻ്റെ കുഞ്ഞിന്, എൻ്റെ 2ാമത്തെ മോന് MBBSൻ്റെ അഡ്മിഷന് വേണ്ടിയാണ്. എല്ലാ മാതാപിതാക്കന്മാരെ പോലും ഞാനും ആഗ്രഹിച്ചു എൻ്റെ മോന് MBBS അഡ്മിഷൻ കിട്ടാൻ. മോന് അഡ്മിഷൻ കിട്ടുമെന്ന് എനിക്ക് ഏറെക്കുറെ അറിവായപ്പോൾ മുതൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, കുഞ്ഞ് എവിടെ പോയാലും അമ്മയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണം. എവിടെ അഡ്മിഷൻ കിട്ടുന്ന എവിടെയെങ്കിലും പള്ളിക്ക് സൗകര്യമുള്ളൊരു സ്ഥലത്തായിരിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ ഛത്തീസ്ഗഡിൽ അടുത്തൊന്നും അങ്ങനെ ചർച്ചകളൊന്നും ഇല്ല. അതിലും എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. മോന് കാങ്കേർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 5 കിലോമീറ്റർ ദൂരെ ഒരു പള്ളിയുണ്ട്. അവിടെ മോന് സൺഡേയിലൊക്കെ പള്ളിയിൽ പോകാൻ സാധിക്കുന്നുണ്ട്. അതിന് ഒരിക്കൽ കൂടി ഞാൻ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്തിന് വേണ്ടി നന്ദി പറയുന്നു. ഇപ്പം എനിക്ക് ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് കൂടി ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ അമ്മ മാതാവിന് നന്ദി പറയുന്നു. അതിലും ബേസിക്കായിട്ട് എൻ്റെ സിസ്റ്റർ യങ്ങർ സിസ്റ്റർ ഷിജി സതീഷിൻ്റെ ഫാമിലി ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു, അതെല്ലാം സോൾവായി. നെഫ്യൂ ക്ലിൻറ്റൺ വർഗീസിൻ്റെ മാരേജിന് വേണ്ടി ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു, അതും സാധിച്ചു കിട്ടി. അതുപോലെ എൻ്റെ പപ്പ ഇപ്പോൾ ഇല്ല, എങ്കിലും മരിക്കുന്നതിന് 2-3 വർഷം മുമ്പ് വരെ പുള്ളിക്ക് നിയർ അബൌട്ട് 90 years ഓൾഡ് ആയിട്ടുണ്ടായിരുന്നു. തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ ചാച്ചന് പേടിയായിരുന്നു, ഇത് സൗണ്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു, അതും സൗഖ്യപ്പെട്ടു. ചാച്ചൻ മരിക്കുന്നതിൻ്റെ 3-4 വർഷം വരെ ഒരു കുഴപ്പമില്ല, ഒരു മരുന്ന് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ ചെറുതും വലുതുമായ അനേകം അനുഗ്രഹങ്ങൾ എനിക്ക് ഈ ലൈറ്റ് പ്രെയർ റിക്വസ്റ്റിലൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ കൃപാസനത്തിലെ മിക്കവാറും എല്ലാ ടെസ്റ്റ് മണികളും സാക്ഷ്യം ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഷെയർ ചെയ്യാറുണ്ട്. അക്രൈസ്തവ സഹോദരങ്ങൾക്ക് അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മെയിനായിട്ട് അതാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലും ഞാൻ വരുന്നത്, ആ സമയത്ത് കിട്ടുന്ന പേപ്പേഴ്സൊക്കെ ഞാൻ ഹിന്ദിയും മലയാളവും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ബാക്കി മെയിനായിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിൽ കൂടിയാണ് ഇതിനെ ഷെയർ ചെയ്യാറുള്ളത്. പിന്നെയുള്ളത് കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്നെ പറ്റുന്ന രീതിയിൽ ഞങ്ങളെ പാവങ്ങളെ സഹായിക്കാം. ഫുഡ് ആർട്ടിക്കിൾസായിട്ടും ക്ലോത്തൊക്കെ ആയിട്ട് സഹായിക്കാറുണ്ട്. ആക്ച്വലി കാരുണ്യ പ്രവർത്തി ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ബേസിക്കലി എനിക്ക് കിട്ടിയത്. എനിക്കിതിലൂടെ എൻ്റെ ആത്മീയമായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തെ ഒത്തിരി ഉയരാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ എന്നും ഉണ്ടായിരുന്നെങ്കിലും ഇച്ചിരി കൂടെ തീക്ഷ്ണതയോടുകൂടെ അത് കണ്ടിന്യൂ ചെയ്യാൻ ഇപ്പോൾ സാധിച്ചു. അതിനെ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഇവിടുത്തെ